ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ കക്കാട് മുഹമ്മദ് ഫൈസി അവിടെ വന്നു. അപ്പൊ തലേകെട്ടുണ്ടോ, മൊയിലിയരാണോ, ബിരുദുണ്ടോ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അള്ളാഹുടെ ആളുകളോടുള്ള സമീപനം അത് പ്രധാനം. നമ്മൾ ഉദ്ഘാടന വേദിയാണ്. സ്വാഭാവികമായും CK മാണിയൂർ അവിടെ ആദ്യത്തെ പ്രസംഗം നടത്തുന്നു. തുടർന്ന് ഫൈലി പ്രസംഗിക്കുന്നു. ഞാനും ഒരു ബക്കറ്റിൽ നല്ലൊരു വെള്ളം, അതിലൊരു ഇറ്റ് മൂത്രം വീണ കഴിഞ്ഞില്ലേ കഥ. എന്തിനാ നിങ്ങള് നജസാക്കാൻ വരുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും അവിടുത്തെ അഹിബായിങ്ങളൊക്കെ സ്റ്റേജിലും വേദിയിലായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോഴുള്ള ഈ വിവാദത്തിന്റെ തുടക്കം. സ്വീകരിച്ച നിലപാട് ആശാവഹമായിരുന്നില്ല. ഇവര് 1-2 ആൾക്കാർ ഇങ്ങോട്ട് കൂടിയിട്ട് സുബ്ഹാനല്ലാഹ്, പിന്നെ മശായിഖന്മാർ ആജീവനാന്ത ശത്രു. ഇപ്പോ പണ്ടത്തെ മാതിരി ശൗര്യമൊന്നുമില്ല, പല്ലൊക്കെ പോയിരിക്കുന്നു. ഇങ്ങനെ കുറച്ച് കറക്ക് കമ്പനി ഉണ്ട്. ഒരു രാജ്യത്തിന്റെ നിയമമനുസരിച്ച് ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഭരണഘടന ഓരോ പൗരനും വകവെച്ച് നൽകുന്ന ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, പൗരസ്വാതന്ത്ര്യത്തെ, മതമൗലികാവകാശത്തെ, അവരുടെ മൗലികാവകാശത്തെ, അതിന്റെ പ്രബോധന രീതിയെ എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? ഇത്രയും നെറികെട്ടൊരു വിഭാഗം എന്തിനെയാണ് ഇവർ ഭയപ്പെടുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, മറ്റൊന്നുമല്ല, ഇവരുടെ ആദർശപരമായ പാപ്പരത്വം ഈ സമൂഹം തിരിച്ചറിയുമെന്ന് കാണുമ്പോ ഇവർ അതിനെ പേടിക്കുകയാണ്. കക്കാട് ഫൈസി പ്രസംഗിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം, സൂഫിസം എന്ന് പറയുന്നത് മറുപടി പറയൽ അല്ല, പച്ച കള്ളങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുക, കളവുകൾ മാത്രം. നമുക്കെതിരെ ആര് ഇങ്ങോട്ട് പറഞ്ഞാലും അതിനൊന്നും മറുപടി പറയാതെ ക്ഷമിക്കുകയാണ് വേണ്ടത്. എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്നു പറയാൻ അധികാരമുള്ള വാപ്പാട മക്കള എല്ലാവരോടും അങ്ങോട്ട് സ്നേഹം മാത്രം കൊടുത്ത് നല്ല വാക്കുകൾ പറഞ്ഞ് ആ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് ധ്വനിപ്പിക്കുന്ന ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്നു. അക്ഷരം മിണ്ടരുത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ആ ഭാഗം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവരിൽ നിന്നൊരു വാക്ക് വന്നാൽ, ഒരു പ്രയോഗം വന്നാൽ, ഒരു സംസാരം വന്നാൽ അതിനെ നല്ല രൂപത്തിൽ വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം. വജ്ജിഹ് കലാമൽ ഖൗം, അല്ലാഹുവിന്റെ അൽ ഖൗമാകുന്ന മഹാന്മാരെ സംഘം, അവരിൽ നിന്നൊരു വാക്ക് വന്നാൽ ആ വാക്കിന് തൗജീഹ് കണ്ടെത്തി നല്ല ഒരു വ്യാഖ്യാനം നല്ല രൂപത്തിൽ അതിനെ പറഞ്ഞു കൊടുക്കണം. ലോകർക്ക് അങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു തരുമ്പം അവരെ നിന്ദിക്കുകയും അവരെ വാക്കുകളെ കുറവാക്കുകയും വെറുതെയോ സ്ഥാനമാനത്തിന് വേണ്ടിയോ വാശിക്ക് വേണ്ടിയോ നമ്മൾ ദീന് കൊണ്ട് കളിച്ചാൽ അവസാനം ഈ ഗതി വരും എന്ന് കണ്ടില്ലേ. ആ നന്ദി ബോധം എപ്പോഴും വേണമല്ലോ. ആരാണ് CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, ആരാണ് വടകര മുഹമ്മദ് ഹാജി റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ വഴിയിലുള്ള ത്വരീഖയുടെ ആധ്യാത്മിക മാർഗത്തിന്റെ സൗന്ദര്യം എന്താണ്? ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുണ്ട്. ബഹുവന്ദ്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് മഹാനവറുകളാണ് ഈ വിനീതനെ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളുടെ കൈപിടിക്കാൻ, കാണുവാൻ, ബന്ധപ്പെടാൻ അന്ന് കോഴിക്കോട് നടക്കാവ് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ വെച്ച് ആ ഒരു സന്തോഷത്തിന്റെ തുടക്കത്തിലാണ് ഈ വിനീതൻ ഇതൊക്കെ അറിയുന്നത്. അതായത് നമ്മളൊക്കെ ഇവരെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒന്നുകിൽ ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സുൽത്താനുൽ ഉലമ AP ഉസ്താദുമായി ബന്ധപ്പെട്ട്, മഹാനായ മടവൂര് CM റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട്. ഇതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളോട് കളിച്ചാൽ. ഇതൊരു തസ്ബീഹ് മാലയിലെ മുത്തുപോലെയാണ്, ഒന്നിനങ്ങോട്ട് പൊട്ടിയാൽ എല്ലാടും വീണുകയാണ്. അതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഒന്നിനെ തൊട്ടാ മതി, അത് എല്ലാ സ്ഥലത്തും അതിന് അനക്കുണ്ടാകും, അത് ബാധിക്കും. അതുകൊണ്ട് വെല്ലുവിളിയൊക്കെ പിന്നെ മതി. പിൻപറ്റുന്ന ശൈഖാകണമെങ്കിൽ ആദ്യത്തെ നിബന്ധന ഹൃദയത്തിലുള്ള രോഗങ്ങൾ അറിയുന്നവരാകണം. അതാ തിബ്ബാഉൽ ഖുലൂബ് ഉണ്ടെങ്കിൽ ഒറ്റൊന്നിനെ കൊണ്ടുവന്നോ. ഞാനിപ്പോ പറയണില്ല ബാക്കി അതിന്റെ കാര്യമൊന്നും.
അതുകൊണ്ട് ആ മഹാന്മാരോട് കളിക്കുന്ന പേരോടിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഷർഹുൽ മഖാസിദ് ഉദ്ധരിച്ച് അല്ലാഹ് മാത്രാണ് ഇവിടെ പിന്നെ ലോകം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ, അള്ളാഹ് കൊടുത്താൽ പോലും ഔലിയാക്കൾക്ക് ഉണ്ടാവില്ല, കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ പ്രസംഗം പേരോടിന്റെ കേൾക്കുമ്പോഴാണ് തങ്ങൾ പറയുന്നത് സർവശക്തനായ അള്ളാഹുവാണ് നമ്മുടെ റീഡിങ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എല്ലാ പ്രവർത്തനത്തിലും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷിതാവായ അള്ളാഹുവാണ്. മറ്റേ ശിവാശേക്കും വൈദ്യശേക്കും മടപൂർവൊന്നുമല്ല. മുജാഹിദിന് പറയുമ്പോൾ ആറ് മുജാഹിദ് എന്ന് പറയും. തൗഹീദാണ്. അള്ളാഹു നിയന്ത്രിക്കുന്നത് അവന്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ ബന്ധം, ഇലാഹിയായ പ്രവർത്തനങ്ങൾ, വളരെയധികം സൂക്ഷ്മയോട് പ്രവർത്തിക്കുന്ന റബ്ബ്, നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട റബ്ബ്, ആക്ട് ചെയ്യുന്ന റബ്ബ്. അതാണ് അള്ളാഹുവിന്റെ പ്രവർത്തനം. അത് ഇലാഹിയായ ബന്ധം, ഇലാഹിയായ നിയന്ത്രണം. അത് ഔലിയാക്കൾ ഉണ്ടാവില്ലല്ലോ ഇലാഹ് എന്നതിലേക്ക്. 18,000 ആലമും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ശൈഖുന തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ്, എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മാറി നിന്നോ, ഞങ്ങൾ പറഞ്ഞോളൂ. ഈസാ നബിയെ കുറിച്ച് നസാറാക്കൾ പറഞ്ഞല്ലോ ദൈവപുത്രനാണ്. അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. ഇലാഹ് എന്നതിലേക്ക് കൊണ്ടുപോകണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പറയാൻ നിങ്ങൾ ഇതിന് എത്ര ഇറങ്ങാനാണ്? യഹ്യൽ ബുഖാരി തങ്ങൾ നമ്മളൊക്കെ പറഞ്ഞല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ ഇലാഹില്ല. ഇലാഹിയായ എന്ന് പറഞ്ഞാൽ ഇലാഹാണ് എന്ന നിലക്കുള്ള നിയന്ത്രണം അതാർക്കും ഇല്ലല്ലോ. അതേസമയം ഇലാഹ് കൊടുത്ത നിയന്ത്രണോ അത് ഓതുലാദവനുണ്ട്, അത് മടവൂർ ശൈഖുനാക്കുണ്ട്, അത് മുത്തു റസൂലിൻ്റെതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതിയായിട്ടില്ലെങ്കിൽ ഞാൻ ഇനി യഹ്യൽ ബുഖാരി തങ്ങൾ തന്നെ അതിന് നിങ്ങൾക്ക് മറുപടി പറയും. ഇയാളെ ചെയ്യാ എവിടെ കൊണ്ടുപോയി ചങ്ങായിനാക്കുക നിന്ന് വിവരം ലഭിക്കുന്ന മഹാന്മാർ അവരുടെ അനുവാദം ഇല്ലാണ്ട് അവനാന്റെ ഇഷ്ടപ്രകാരം ഓരോന്നുണ്ട് പറയാ. തല കുത്തൻ എന്നത് വീണിലെ നിങ്ങൾ അതിബാഉൽ ഖുലൂബല്ലേ, നിങ്ങൾ കാര്യപ്പെട്ട ആൾക്കാരല്ലേ, ഔലിയാക്കളെ സ്ഥാനത്ത് നിൽക്കുന്നവരല്ലേ, നിങ്ങൾ മാതൃകയാകേണ്ടവരല്ലേ. അപ്പൊ നിങ്ങളെ പറയുമ്പോ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളെ പ്രവർത്തിപഥത്തിൽ അത് കൊണ്ടുവന്ന് ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളെ വാദപ്രകാരം ഞങ്ങളെ ചോദ്യം മറുപടി കിട്ടണം. ഇതിന് ഇങ്ങക്ക് ഇതൊക്കെ പറ്റും അല്ലേ? നിങ്ങൾ നിർബാധം തുടരുകയല്ലേ? എപ്പോഴും തുടരല്ലേ? ആ വിഷയം അതിന്റെ ആളുകൾ പറയുമ്പോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള അടിസ്ഥാന ജ്ഞാനെങ്കിലും പറയണം. ഇവിടെ തണ്ടി ചർച്ചയിൽ നിങ്ങളുടെ ഈ കഥയില്ലാത്ത നിലപാടുകളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? എന്തിനാ കോട്ടയിൽ കക്കാട് വന്ന് ഇതൊക്കെ ഒന്ന് പറയാൻ തന്നെ? ഒന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. മടവൂര് കോട്ടയിൽ ആർക്കും പറയാൻ, ഞാൻ പറഞ്ഞില്ലേ, തങ്ങളാ പരിപാടി അറിയിക്കും, നമ്മളെല്ലാം അറിയിക്കുന്നത്. യഹ്യൽ ബുഖാരി തങ്ങളുടേതാണ് കോട്ട. അവിടെ ഇന്ന ദിവസം പരിപാടി ഉണ്ടെന്ന് മൂപ്പരെ അറിയിച്ച് വരുന്നവർക്ക് അവിടെ വരാം. അങ്ങനെ വന്നതാ കക്കാട്. സംസാരിച്ചത് അപകടമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിനൊക്കെ വേണ്ടത് എന്താണ്? ഈമാനും ഹിദായത്തും ഇൽമിലും യഖീനുണ്ടാകണമെങ്കിൽ മശായിഖന്മാരുടെ ബന്ധം വേണം. ഞങ്ങളും അതുപോലെ ക്ഷണിക്കപ്പെട്ടു പോയതാണ്. നമുക്ക് ഒന്നിച്ച് വേദിയിലിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങൾ അയാളെ കുറിച്ച് എന്തോ ഫത്ത് കൊടുത്ത ആളല്ല, അയാൾ ഞങ്ങളെ കുറിച്ചും ഫത്ത് കൊടുത്ത ആളല്ല. ഇനിയും ഇരിക്കും, ഇനിയും അയാളെപ്പോ ഒരു വേദിയിലിരിക്കണം, ഞങ്ങളിരിക്കും. ആരോടാ ടിയാനങ്ങൾ ഈ പറയണത്? ഇത് പ്രബുദ്ധ കൈരളി കേൾക്കുന്നില്ലേ? ഇങ്ങനൊക്കെ മുഴന്താകാൻ പാടുണ്ടോ മാണിക്കല്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? പറഞ്ഞാലോ തിരിച്ചു മറുപടി അതേ സെക്കൻഡിൽ കൊടുക്കും ചെയ്യും. ഫോക്കസ് ചെയ്യുന്നത് തസൂഫാണല്ലോ. അതെ. പക്ഷേ അങ്ങ് വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ വിഭിന്നമാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവരെ പഴിചാരലുകളോ ഇതൊക്കെയാണല്ലോ അങ്ങയുടെ പ്രഭാഷണങ്ങളിൽ കാണുന്നത്. അത് പലർക്കും ചിലപ്പോൾ നമ്മളെ പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് നിങ്ങൾ ചോദിച്ചത്. എല്ലാവരും ചോദിക്കാൻ വിചാരിക്കുന്ന ചോദ്യമാണ്. പിന്നെ വിശദീകരിക്കേണ്ട എന്നാ പിന്നെയും വിശദീകരിക്കും.
നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇയാൾ ചോദിച്ചത്. ഇവരെല്ലാ അങ്ങാടികളിലും പോയി പ്രസംഗിക്കുന്നത് നമ്മൾ പറയണ്ടല്ലോ. കാരണം വലിയ തസവുഫിന്റെ ആൾക്കാരാണ്, ത്വരീഖത്തുകാരാണ് എന്ന് പറയുന്ന ഈ ടീം ഏതങ്ങാടിയിൽ പ്രസംഗിച്ചാലും ഇവരാക്ഷേപങ്ങളും ഇവരധിക്ഷേപങ്ങളും പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും തെറി പറയുന്നതാണ് ആൾക്കാർ കേൾക്കുന്നത്. അങ്ങനെ തന്നെയാണ് എന്താ ഇയാൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കിയേ, എല്ലാവരും വിചാരിച്ചാൽ ഇയാൾ തസവുഫ പറയാനാണ്. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ മുഴുവൻ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളാണല്ലോ. എന്തേ ചോദിക്കണ ചോദിച്ചിട്ടില്ലേ? അപ്പൊ നോക്കാനും അത് പോയിക്കട്ടെ, പടച്ചതൊക്കെ വളത്തിലായോ? നമ്മൾ എല്ലാ ദിവസവും മുട്ടുകാർ പൊട്ടിച്ച് ഈ പാചക ചങ്ങായിപ്പത്താ മനസ്സിലായത് എന്നുള്ള ഓരോ ജാള്യത കൊണ്ട് മുത്തിട്ടാ. എന്നിട്ട് ആ ശരിയാണ് അങ്ങനെ മനസ്സിലാവുന്ന ആൾക്കാർക്ക് അങ്ങനെ സംശയിക്കുന്നു. അങ്ങനെ സംശയിക്കും ചങ്ങായി പൊട്ടാ അങ്ങനെ ആ സംശയിക്കും മാറ്റിയിട്ട് തസവുഫ് പറഞ്ഞ പോലെ അതായത് പറഞ്ഞ ഇവരെ പ്രസംഗിക്കണം. അപ്പൊ ഇവരെ ടീം തന്നെ ചോദിക്കുന്നത് ചേങ്ങായ തലയൊക്കെ തളപ്പ് കെട്ടിയിട്ട് തെങ്ങുമ്പോ കേറല്ലടാ അനക്ക് നല്ലത്. അതന്നെയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള്. ഇതിനെക്കാട്ടി നല്ല തൂങ്ങിച്ചാല, അതിനൊരു അന്തസ് ഉണ്ടാവും. അപ്പൊ എന്താ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞേ? ഓരോ മശായിഖന്മാർ കാലഘട്ടത്തിൽ വരും, അവരെ നിർദ്ദേശത്തിൽ അതീന് പറയേണ്ടത്. അങ്ങനെ ഞങ്ങൾ പറയുന്നെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണ്ടേ കക്കാടെ? ഓനല്ല, ഓന്റെ തറവാട് വിചാരിച്ചാലാവൂലേ? മശായിഖന്മാരെ കാവലിൽ നീങ്ങുന്ന സംഘത്തെ മാറ്റാൻ ഒരു ബിലീസിനും കഴിയില്ല. ഇതുങ്ങളെ സംഭവങ്ങളോ ഒലക്ക വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചാൽ ദഹിക്കൂല കൂട്ടരെ, ദഹിക്കൂലത്. ഇത് കുറച്ച് ഇടങ്ങറാവുങ്ങൾ. ഇപ്പം ഹയാത്തിലിരിക്കുന്ന വേറെ ഉന്നതന്മാരുണ്ട്, ഓലൊന്നും പേര് തന്നെ പറയണേ ചിലപ്പോ എനിക്ക് ചീത്തേക്കും. ഇന്നെന്തിനാ അങ്ങനെ പറഞ്ഞതാക്കേണ്ടിയില്ലാന്ന് അറിയും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതും നിങ്ങളെ ഈ ബിസിനസ്മാന്റെ ഉപദേശമൊക്കെ പോയിട്ട് മടവൂർ കോട്ട പോലെയുള്ള സ്ഥലത്ത് പറയാൻ പാടുണ്ടോ? നിങ്ങൾക്ക് അപേക്ഷത് ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഇൽമ് ഇതെങ്ങനെ പേക്കണമെങ്കിൽ അള്ളാഹ്ക്ക് പേക്കണ്ടേ? അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോൾ ഓനെന്താ ബോധമല്ലാതെ അറിയിച്ചു കൊടുക്കരുത്? നിങ്ങളെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. മനസ്സിലായോ? അപ്പോ എന്തിനാണ് ഞങ്ങൾ ഇവിടെ ഇടപെട്ടത് എന്ന് കൂടി മനസ്സിലാക്കണ്ടേ? അവരുടെ ഉപജീവന മാർഗമാണോ എപ്പി ഗുണ്ടകളെ ഇത്? നിങ്ങളെ തറവാട് മുഖ സ്വത്താ? മശായിഖിന്റെ വഴിയെ തന്നെയല്ലേ ആക്ഷേപിച്ചത്? ഇവിടെ ഓരോ കാലഘട്ടത്തിലും ഖുർആനാരാ? റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് റസൂലുള്ളയാണ് ഖുർആൻ. വഹിയദ്ദീൻ ശൈഖ് തങ്ങളുടെ കാലത്തെ ഖുർആൻ ഏതാ? അനൽ ഖുർആൻ. ഔസുല്ലാഹി തങ്ങളോടാണ് അല്ലാഹ് സംസാരിക്കുന്നത്. ഫായിൻ ശൈഖും ഖജാതങ്ങളും മമ്പുറന്തങ്ങളും മടവൂരി ശൈഖുനയും ഒക്കെ തദൈവ. നിങ്ങൾ അന്ന് പേരോടിന് ഖണ്ഡനം നടത്തിയതിനേക്കാൾ ഗൗരവമേറിയ വിഷയ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ആള് പറഞ്ഞിട്ടുള്ളത്. കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഒന്നിട്ടൊടുക്ക് ബിസിനസ്മാൻ പറയുന്നത്. നാം ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് 1000 മറുപടി പറയാൻ കഴിയും. അത് ജൂതനല്ല, ആര് പറഞ്ഞാലും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. പക്ഷേ സൂഫികളുടെ പരിശുദ്ധി കാലാകാലത്ത് ചരിത്രത്തിന് മുമ്പിൽ സ്ഥാപിച്ച സയ്യിദ് ഇബ്രാഹിം തങ്ങള്, അങ്ങനെയുള്ള ഔലിയാക്കളന്മാരെ വഴി ഒന്നും പറയാതിരിക്കലാന്ന് പറഞ്ഞില്ലേ? എന്നാ ഇവിടെയുള്ള സന്ദർഭം താങ്കൾ അന്ന് ഗണ്ണിച്ചതിനേക്കാൾ ഈ കുരുവട്ടൂരിയൻ നൗഷാദ് ഒരു മഹാവിഡ്ഢിയാണ് എന്നത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. ഈ കക്കാടിന്റെ വിഷയത്തില് ഇപ്പോ ഈ സാധു പറയുന്നത് നല്ലോണം ആലോചിച്ച് നോക്ക്. ഇവൻ പറയുന്നത് എന്താണ്? നേരത്തെ പേരോട് ഉസ്താദിനൊക്കെ മറുപടി പറഞ്ഞിരുന്നല്ലോ എന്ന് കക്കാട് ഫൈസിയെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഇപ്പോ കക്കാട് ഫൈസി പറഞ്ഞല്ലോ, തസവുഫിന്റെയും തരീഖത്തുകാരെയും ഒന്നും ശൈലിയല്ല ഇപ്പൊ ഈ കുരുവട്ടൂരിയൻ ആളുകൾ സ്വീകരിക്കുന്നത് എന്തത് തന്നെയാണ് കക്കാട് ഉദ്ദേശിച്ച് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും തിരിയും. ആ ശൈലിയൊന്നും ഇങ്ങനെ സൂഫിസത്തിലും ഇങ്ങനെ തരീഖത്തിന്റെ ആളുകൾക്കൊന്നും യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കൊണ്ടുവന്ന സ്റ്റേജിൽ വെച്ച് ഇവരുടെ ചെലവിൽ തന്നെ ഇവർക്ക് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോ നല്ലോണം കൊടുത്തപ്പോ ഇവനൊക്കെ നന്നായിട്ട് അത് കൊണ്ടു, നൗഷാദിനൊക്കെ. അപ്പൊ കക്കാടിന് മറുപടി പറയാൻ വേണ്ടി സ്റ്റേജ് കെട്ടേണ്ട ഗതികേട് വരികയാണ്. ഏതായിരുന്നാലും ആ കക്കാടിന് മറുപടി പറഞ്ഞുകൊണ്ട് ഈ സാധു പറയുന്ന വാചകം നോക്ക് നിങ്ങൾ. നേരത്തെ നിങ്ങൾ പേരോട് സ്ഥാനൊക്കെ മറുപടി പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് ആലോചിച്ചാൽ മതി. ഇതിൽ എന്ത് ബുദ്ധിയുള്ളവർ എന്താ മനസ്സിലാക്കേണ്ടത്? ശരിക്കും ആലോചിക്കണേ. നേരത്തെ പേരോട് സ്ഥാനൊക്കെ മറുപടി പറഞ്ഞിട്ടും പേരോട് ഉസ്താദിനെയോ പ്രസ്ഥാനത്തിനെയോ ഒന്നും ചെയ്യാൻ, ഒരു ചുക്കും ചെയ്യാൻ അദ്ദേഹത്തെ പോലെയുള്ള അന്തത്തൊക്കെ തിളങ്ങി നിൽക്കുന്ന വലിയൊരു പ്രാസംഗികനായിട്ട് പോലും കക്കാടിന് സാധിച്ചില്ല എന്നത് മാത്രമല്ല,
ഇന്ന് കക്കാടിനത് തിരുത്തേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കക്കാട് അവരെ സ്റ്റേജിൽ വെച്ച് എന്താ പറഞ്ഞത്? അവരെയൊന്നും അങ്ങനെ ചീത്ത പറയാനൊന്നും അല്ല പോകേണ്ടത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് അവരോടൊക്കെ നല്ല നിലയ്ക്ക് പെരുമാറുകയാണ് വേണ്ടത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളോടും സംഘടനകളോടും ഒക്കെ നല്ല നിലയ്ക്ക് സഹവർത്തിത്വം വേണം എന്നാണ് കക്കാട് ഫൈസി ഇപ്പൊ പറയുന്നത്. അതിന്റെ അർത്ഥം കക്കാട് ഫൈസി നിലപാട് മാറ്റേണ്ടിയാണ് വന്നത്. അപ്പൊ കള്ളതരീക്കത്തുകാർക്ക് നമ്മളെ പ്രസ്ഥാനത്തിനോട് എത്ര വലിയ ആളായിരുന്നാലും കളിച്ചിട്ട് നമ്മളെ പ്രസ്ഥാനത്തിന് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രല്ല, അവർ നിലപാട് മാറ്റിയിട്ട് ഇവരുടെ സ്റ്റേജിൽ വെച്ച് തന്നെ അവര് നിലപാട് മാറ്റി പറഞ്ഞതാണ് ഇപ്പൊ കാണുന്നത്. ഇത് തുറന്ന് സമ്മതിക്കല്ലേ നൗഷാദ് ചെയ്യുന്നത്? ഇപ്പൊ ഈ കക്കാട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നേരത്തെ കക്കാട് മറുപടി പറഞ്ഞിരുന്നു എന്ന് ഉണർത്തുമ്പോൾ ഇതാണ് വിഷയം. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇവിടെ കാന്തപുര ഉസ്താദിനെയോ പ്രസ്ഥാനത്തിനെയോ പേരോട് ഉസ്താദിനെയോ ഒന്നും കക്കാടിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു വാഗ്മിക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഇവരുടെ സ്റ്റേജിൽ വെച്ച് വന്നിട്ട് പറഞ്ഞെന്താ, ഒന്നും പറയാതിരിക്കുകയാണ് വേണ്ടത്, അവരെയൊന്നും പറയരുത് എന്ന നിലപാടിലേക്ക്, നേരത്തെ പറഞ്ഞ ആള് ഇപ്പൊ പറയരുത് എന്ന നിലപാടിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പൊ അവരാണ് മാറിയത്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരല്ല, പേരോട് ഉസ്താദ് അല്ല, കാന്തപുര ഉസ്താദ് അല്ല മാറിയത് ഈ കള്ളത്തരിക്കത്തുകാരാണ് എന്നതല്ലേ നൗഷാദ് ഇപ്പൊ സമ്മതിക്കുന്നത്? ഇവന്റെ ഈ പ്രസംഗത്തിൽ നിന്ന് അതല്ലേ മനസ്സിലാക്കേണ്ടത്? ബുദ്ധിയുള്ളവർ അങ്ങനല്ലേ ചിന്തിക്കുക? ഇവരൊരു മഹാവിഡ്ഢിയായിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? എന്റെ പ്രിയ കൂട്ടുകാരൻ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ.